Hello. Welcome to Market Discussion of the Day. Today, October 8, 2025, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഈ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന അടുത്ത ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ രാത്രി ഇന്ത്യൻ ടൈമിൽ 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് രണ്ട് ബാച്ചായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. സോ ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇത് റിക്വസ്റ്റാണ്, കാരണം ഒരുപാട് ആൾക്കാർ വെറുതെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാനത് പറഞ്ഞ് പോയത്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്ന് ഒരേ ഒരു ഫണ്ടമെൻ്റലാണുള്ളത്. കലണ്ടർ ബേസ് ചെയ്തിട്ട് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമുക്ക് 3:30 മണിക്ക് UK ടൈമിംഗ് 3:30 മണിക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നൊരു ന്യൂസ് അല്ലായിരുന്നു നേരത്തെ. ഓക്കെ, പക്ഷേ ഇപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിന് ഇപ്പോഴല്ല, അടുത്ത കുറച്ച് കാലങ്ങളിലോട്ട് നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വരുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണുകയും ചെയ്യണം. കാരണം ബ്രിക്സ് കറൻസി എന്ന് പറയുന്ന പുതിയൊരു കറൻസി നമുക്കറിയാം. ചൈന, റഷ്യ, ബ്രസീൽ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക ഇവർ 4 പേരും കൂടെ ചേർന്ന് ട്ടുള്ള ഒരു ബ്രിക്സ് കൂട്ടായ്മ. ഈ ബ്രിക്സ് കറൻസി നേരത്തെ നമ്മൾക്കറിയാം, അത് ബാക്കപ്പ് ചെയ്യുന്ന കമ്മോഡിറ്റീസ് ബേസ് ചെയ്തിട്ടാണ്. അത് ഗോൾഡ് മാത്രമല്ല, ഒരുപാട് കമ്മോഡിറ്റീസ് ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൈസ് ബാക്ക് ചെയ്യുന്നത്. സോ അതിൽ ക്രൂഡ് ഓയിലും ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അതുകൊണ്ടിട്ട് തന്നെ അതിനൊരു തീരുമാനം വരുന്നത് വരെ ക്രൂഡ് ഓയിലിൻ്റെ ന്യൂസ് വരുന്ന ബുധനാഴ്ചകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. രണ്ടാമത് നമുക്ക് വൈകുന്നേരം 5 മണിക്ക് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്. ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്. അത് ഡയറക്റ്റ്ലി യൂറോനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെഡ് ഷെയർ സ്പീച്ചുണ്ട്. ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. ഇന്ത്യൻ ടൈമിംഗ് വൈകുന്നേരമൊക്കെ ആവും. ഓക്കെ, സോ ആ ഒരു ന്യൂസാണ് ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ്. ബാക്കി എല്ലാ ദിവസവും നമുക്ക് ടെക്നിക്കൽസ് ഫോളോ ചെയ്ത് പോവുകയും ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ ഒരു ഇന്ന് നാളത്തെ ഫെഡ് ഷെയറിൻ്റെ സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. അതിന് മുന്നേ ആയിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും മാറി നിൽക്കുക. ഞാൻ ചെയ്യാറുള്ള കാര്യം ഇന്ന് തന്നെ പൊസിഷൻസ് ഹോൾഡ് ചെയ്തിട്ടുള്ള പൊസിഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. സോ അതുകൊണ്ടിട്ട് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ ഈ ഫെഡ് ഷെയർ പവലിൻ്റെ സ്പീച്ചിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് നല്ലതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ ഈ 1:30 മണിക്ക് തന്നെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും വരുന്നു എന്നുള്ളത് ആ ഒരു സമയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നു. ഉറപ്പായിട്ടും വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി നാളെ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഈ വെള്ളിയാഴ്ച നമുക്ക് ടോട്ടലി ടെക്നിക്കൽ കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഈ ആഴ്ച നമുക്ക് ടെക്നിക്കൽ കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു കാര്യം മാത്രമാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, പക്ഷേ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 2-3 ആഴ്ചയ്ക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഫ്രാൻസിലെ പൊളിറ്റിക്സ്. ഓക്കെ, ഫ്രാൻസിൽ പുതിയ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം ആ പുള്ളി റിസൈൻ ചെയ്തു. അപ്പം അതിൻ്റെയൊക്കെ മീനിങ് എന്താ വെച്ചാൽ യൂറോ സോണിനെയാണ് ഡയറക്റ്റ്ലി അത് അഫക്റ്റ് ചെയ്യുന്നത്, യൂറോയാണ് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അത് യൂറോപ്യൻ കൺട്രീസിൽ പല കൺട്രീസിലും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതൊക്കെ യൂറോയുടെ സ്ട്രെങ്ത് കുറയ്ക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഇതെല്ലാം നമ്മളുടെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ ഡൊണാൾഡ് ട്രംപ് ഈ വർഷം തുടക്കത്തിൽ കൊണ്ടുവന്ന താരിഫ്, പല രാജ്യങ്ങൾക്കും എതിരെ കൊണ്ടുവന്നിട്ടുള്ള താരിഫുകൾ, അതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിലോട്ട് വരുന്ന ഈ ഒരു ക്വാർട്ടറിലായിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത്. അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് വാറുകൾ നിർത്താനായിട്ട്, റഷ്യ ഉക്രൈൻ വാർ നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ
വാറുകളൊക്കെ നിന്ന് എന്തെങ്കിലും ഒരു പീസ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ വരുന്നു എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഗോൾഡിൻ്റെ മാർക്കറ്റൊക്കെ പെട്ടെന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കച്ചവടവും ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കച്ചവടവും ചെയ്യാതിരിക്കുക. ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPY നമുക്ക് നേരെ നമ്മൾ കാണുന്നത് ഗോൾഡിലോട്ടാണ്. ഓക്കെ, JPYയിലോട്ട് പോകണം എന്നുണ്ട്. ഈ ഗോൾഡിൻ്റെ പ്രൈസ് കാണുമ്പോൾ ഇത് പറഞ്ഞിട്ട് പോവാം എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം $4037 ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഇന്നലെ രാത്രി 3984 അവസാനിച്ച മാർക്കറ്റ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ 4037 എന്താണല്ലേ. സോ എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നും ഇല്ല ഗോൾഡിൽ. ഓക്കെ, ഗോൾഡിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റിൽ വരാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. നമുക്ക് ഗോൾഡിൽ എവിടെ വെക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ലാസ്റ്റിൽ വരുന്നതായിരിക്കും നല്ലത്. USD JPY നമുക്കറിയാം 150 മുകളിൽ പോയാൽ 154 വരെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പണിങ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 3 മണിക്ക് മുതലോ ക്യാൻഡിൽ 152 മുകളിലായിരുന്നു. ഓക്കെ, 3 മണിയെന്ന് പറയുമ്പോൾ UK ടൈമിങ് 5 മണിയാണ്, അതായത് ഇന്ത്യൻ ടൈമിങ് ഏകദേശം 7:30 മണിക്കുള്ള ക്യാൻഡിൽ മുതൽ 152 മുകളിലാണ്. 152 മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് നാളെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും JPYയിൽ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കാരണം 152 മുകളിലാണോ താഴെയാണോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. മോസ്റ്റ് പ്രോബ്ലി 152 to 154 മാർക്കറ്റിൻ്റെ ആ ഒരു റേഞ്ച്, JPYയുടെ റേഞ്ച് മാറാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായത് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ 152 അവിടെ കിട്ടിയാൽ നമുക്ക് അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും. നാളെ 152 അവിടെ കിട്ടിയാൽ അവിടെ നിന്നുള്ളൊരു ബൈ, അതും 152 മുകളിലായിട്ട് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുകയും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്ക് 152 അടുത്ത് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഉറപ്പായിട്ടും നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും അത് 154 വരെ നമുക്കത് ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പം യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ താഴെ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. 1.16269 നിൽക്കുന്നു. ഓക്കെ, 1.1600 അവിടെ നിന്ന് ഞാൻ ഇന്നലെ ബൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു സ്ഥലത്ത് നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ, അതായത് ഇന്നലെ നമ്മൾ 1.6500 എന്ന് പറയുന്ന സ്ഥലം, അതായത് മെനഞ്ഞാന്തല്ലോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ്, അപ് ട്രെൻഡ് തന്നെയാണ്. 1.1600 അവിടെ കിട്ടിയാൽ അടുത്തൊരു പൊസിഷൻ എടുത്ത് ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എല്ലാ ലോവർ പോയിന്റ്സും നമുക്ക് ബൈ ആയിട്ട് കൺസിഡർ ചെയ്യാം യൂറോയുടെ കാര്യത്തിനകത്ത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള യൂറോയിലുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എന്തായാലും വേണം കേട്ടോ. കാരണം യൂറോയുടെ പൊളിറ്റിക്കൽ സൈഡ് വളരെ എന്താ പറയുക അത്ര സെർട്ടൻ അല്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യേണ്ടി ഇരിക്കുന്നു. ഇപ്പോൾ 1.1600 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1550 താഴെയായിട്ടെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. സോ GBPയിലോട്ട് വരുമ്പം GBP 1.34111 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഓക്കെ, നല്ല പൊസിഷനാണ്. ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ലാത്ത കാര്യമാണ്. നമുക്ക് രാവിലെ കുറച്ചുകൂടെ താഴെ കിട്ടിയിട്ടുണ്ടായിരുന്നു, 1.3380 അടുത്തൊക്കെ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടുന്നാണെങ്കിലും ബൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഹോൾഡ് ചെയ്യുക. നമുക്ക് അടുത്ത റെസിസ്റ്റൻസ്, അടുത്ത സപ്പോർട്ട് വരുന്നത്, നല്ലൊരു സപ്പോർട്ട് വരുന്നത് 1.3360 എന്ന് പറയുന്നതാണ്. അവിടുന്ന് ഒരു $2 എങ്കിലും അല്ലെങ്കിൽ ഒരു 20 പിപ്പെങ്കിലും താഴെ 1.3340 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4036 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഇവിടുന്ന് ഒരു കച്ചവടവും എനിക്ക് അറിയില്ല ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ പറയുന്ന ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി താഴെ വീണ് കിട്ടിയാൽ 4030 കിട്ടിയാൽ, ഓക്കെ, 4000 കിട്ടിയാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 4015 4012 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ ബൈ ചെയ്യണം എന്ന് എനിക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ട്.
പക്ഷേ റിസ്ക്കാണ്. 4000-ത്തിനടുത്ത് കിട്ടിയാൽ അവിടെ നിന്നുള്ളൊരു ബൈ എടുത്ത് മുന്നോട്ട് പോവുക. എങ്ങാനും മാർക്കറ്റ് മുകളിലോട്ട് പോയി 4080 റേഞ്ചിലോട്ട് എത്തിയാൽ അവിടെ നിന്ന് വേണമെങ്കിൽ സെല്ലും ചെയ്യാം. കാരണം ഈ ഒരു ആഴ്ച തന്നെ ഓൾമോസ്റ്റ് $200 അപ്പം ആവും. ഇപ്പോൾ ഓൾറെഡി $180 മൂവ്മെൻറ്റ് ഈ ആഴ്ച നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു ഡെയിലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ തിങ്കളാഴ്ച 3000 ഡെയിലി ചാർട്ടിനകത്ത് നോക്കി കഴിഞ്ഞാൽ 3883 ആയിരുന്നു. ഓക്കെ, സോ ഇപ്പം 4037 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $180 മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് ഇപ്പം ഈ ഒരു പോയിന്റ് ഓഫ് ടൈം വരെ നടന്നിട്ടുണ്ട്. സോ ഒരാഴ്ച $150 മൂവ്മെൻറ്റ് ഓക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, അത് 3 ദിവസം കൊണ്ട്. പക്ഷേ $200 മൂവ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു സെല്ല് ചെയ്യാമല്ലോ. സോ ആ സെല്ല് പൊസിഷൻ അധികം ഹോൾഡ് ചെയ്യാതിരിക്കുക. ഒരു 200 പിപ്പിൻ്റെ 300 പിപ്പിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡാണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അത് ബേസിക്കലി വേറെ ഒരു ടെക്നിക്കലും ബേസ് ചെയ്തിട്ടല്ല, ജസ്റ്റ് മാർക്കറ്റ് മൂവ്മെൻറ്റ്, ഒരു ആഴ്ചത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ്, ഒരു ദിവസത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഒക്കെ വെച്ചിട്ടുള്ളൊരു കാൽക്കുലേഷൻ വെച്ച് മാത്രമാണ് ഞാനത് പറഞ്ഞു പോയതും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ നമുക്കതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി. നമുക്ക് താഴെ വീണ് കിട്ടിയാൽ ബൈ 4000-നടുത്ത് അല്ലെങ്കിൽ 3880-നടുത്ത് കിട്ടിയാൽ അവിടുന്ന് ബൈ, ഇല്ല എന്നുണ്ടെങ്കിൽ 4080-നടുത്ത് കിട്ടിയാൽ അവിടുന്ന് സെല്ലും ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം ഗോൾഡിൻ്റെ കാര്യത്തിൽ. അല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റിയും എനിക്കെടുത്ത് പറയാനായിട്ടില്ല ഗോൾഡിനകത്ത് എന്ന് എടുത്ത് ഞാൻ ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് അതാണ് നമുക്ക് ഗോൾഡിനകത്തുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു പോയാൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 4000-നടുത്ത് കിട്ടിയാൽ നമുക്ക് മിനിമം ഒരു $30 $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. വളരെ ചെറിയ ലോട്ട് സൈസ് എടുക്കുക. ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു 0.2 ലോട്ട് എടുക്കുക. ഓക്കെ, അതിൽ കൂടുതൽ എടുക്കാതിരിക്കുക. അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 4080-നടുത്ത് ബൈ സെല്ല് ചെയ്യുന്ന ആൾക്കാർ, 80-85 റേഞ്ചിൽ സെല്ല് ചെയ്യുന്ന ആൾക്കാരും ഒരു $20-25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ട്രേഡ് ചെയ്യുക. ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ നല്ല ബ്രോക്കർ നോക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർ ട്രേഡർ നമുക്ക് എല്ലാ റെഗുലേഷൻസും ഉള്ള ഒരു ബ്രോക്കറാണെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കമ്പനിയെ പറ്റി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കാനായിട്ട് സാധിക്കും. വെബ്സൈറ്റിൽ നോക്കിയാൽ റെഗുലേഷൻ, നമ്മൾ ഒരു കമ്പനിയിൽ നമ്മൾ ഫണ്ട് ഇടുമ്പോൾ നമ്മളെ ഫണ്ട് പ്രൊട്ടക്റ്റഡ് ആവണം. ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ. ഇപ്പം ബേസിക്കലി എന്താ പറയുക, ഇപ്പം നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മൾ നഷ്ടം ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ ക്യാപിറ്റലും കൊണ്ട് ഒരു ബ്രോക്കർ മുങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് ആ കമ്പനി നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനായിട്ട്. നിങ്ങൾ വിക്കി എഫ്എക്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്താ പറയുക, കമ്പനിയുടെ റേറ്റിംഗ് ഒക്കെ ഇടുന്നുണ്ട്. അതേപോലെ പല സോഴ്സസും ഉണ്ട്. ഓക്കെ, നമുക്ക് കമ്പനി നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനായിട്ട് വിക്കി എഫ്എക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്റ്റാർ ട്രേഡറിൻ്റെ റേറ്റിംഗ് ഓൾമോസ്റ്റ് 9.2 ആണ് ഔട്ട് ഓഫ് 10 വിക്കി എഫ്എക്സ് ത്രൂ ഉള്ള റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അതേപോലെ ഫോറക്സ് എൻപയർ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കൊരു കമ്പനി നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ നിങ്ങൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുക. പിന്നീട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ റെഗുലേഷൻസ് ആണ്. ഇപ്പം സ്റ്റാർട്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SCAയുടെ റെഗുലേഷൻ ഉണ്ട്. UAE ബേസ് ചെയ്തിട്ടുള്ള SCAയുടെ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റിയുടെ റെഗുലേഷൻ ഉണ്ട്. അതേപോലെ FCA റെഗുലേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷൻ ഉണ്ട്. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്നീ 4 രാജ്യങ്ങളുടെ മേജർ റെഗുലേഷൻ ഉള്ള ബ്രോക്കറാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ കമ്പനി $100,000 വരെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും വലിയൊരു കമ്പനി ഇൻഷുറൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ വലിയ കാര്യമാണ്. നമുക്ക് ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UKയിലെ നമ്പർ 1 ബാങ്കാണ് ഇത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ അവർ നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റ് ബോണസും തരുന്നുണ്ട്. ഇപ്പോൾ ഈ ഡെപ്പോസിറ്റ് ബോണസ് 100% ആണ് ഫസ്റ്റ് ഡെപ്പോസിറ്റിന് അവർ തരുന്നത്. ഇത് UKയിൽ മാത്രമുള്ള, അല്ലെങ്കിൽ യൂറോപ്പിലാണ് 50% കൊടുക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ക്ലയൻസിന് 50% ആണ് അവർ ബോണസ് കൊടുക്കുന്നത് ഫസ്റ്റ് ഡെപ്പോസിറ്റിന്. പിന്നീട് എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും 20% ബോണസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്.
ഓക്കെ, സോ ഇതാണ് ബേസിക്കലി പറഞ്ഞു. പിന്നീട് ടൈറ്റ് സ്പ്രെഡും ഉണ്ട്, അതേപോലെ തന്നെ സ്വാപ്പ് ഫ്രീ ആക്കാനായിട്ടുള്ള, അതായത് നമ്മൾ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ നേരത്ത് പൈസയൊന്നും പിടിക്കാത്ത രീതിയിലുള്ള സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 14 ദിവസത്തേക്ക്. അത് ഓപ്ഷനിലാണ്. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുകയും ചെയ്യാം. നമുക്ക് പൊസിഷൻ 14 ദിവസം വരെ ഫ്രീ ആയിട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു പോകാനായിട്ടുള്ള സ്റ്റാർ ട്രേഡറിനെ കുറിച്ച്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡറിൻ്റെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ആ ലിങ്ക് ത്രൂ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഓഫേഴ്സിനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, ബേസിക്കലി എന്താ പറയുക, സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ത്രൂ തന്നെ ചെയ്യുക, ആപ്പ് ത്രൂ ചെയ്യാതിരിക്കുക. ആപ്പ് ത്രൂ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു റെഫറൻസ് കോഡും ഉണ്ടാവും. അത് ത്രൂ ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് കുറച്ച് ഓഫേഴ്സും കൂടെ പറഞ്ഞു തരാനായിട്ട് പറ്റും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.